ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ചിക്കൻ വെറൈറ്റി. അതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ ചെറിയ പീസാക്കി അരിഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ കോൺഫ്ലോർ പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങ ഇല്ലാത്തവർക്കാണെങ്കിൽ സൊർക്ക ഒഴിച്ചു കൊടുത്താലും മതിയാകും. അപ്പോൾ അതൊരു 1 ടീസ്പൂൺ സൊർക്ക ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കൈ വെച്ച് നന്നായി മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ മസാലയൊക്കെ ചിക്കനുമ്പോൾ നന്നായിട്ട് പിടിക്കും. അപ്പം ഞാനിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 2 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞതാണ് ഇട്ട് കൊടുത്തേക്കണത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം നമുക്ക് സവാള ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഈ സവാള ഒരു ബ്രൗൺ ഷെയ്ഡ് കളറായി വരുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്കത് കോരി മാറ്റാം. അപ്പോൾ സവാള വല്ലാണ്ട് മൂപ്പാവരുത്, അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കയ്പ്പ് രസം വരും. അപ്പോൾ നമുക്ക് സവാള എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മളെ ചിക്കൻ മസാല പുരട്ടി വെച്ചതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചിക്കനും വല്ലാണ്ട് ക്രിസ്പി ആയി പോവരുത്, ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കേ വേണ്ടൂ. ഇപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നതിന് ശേഷം നമുക്ക് മറിച്ചിട്ടിട്ട് വേവിക്കാം. ഇതുപോലെ ഫുള്ളായിട്ടും വറുത്തെടുക്കാം. അതിന് ശേഷം ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 1 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇടുമ്പോൾ കരിയാതെ ശ്രദ്ധിക്കണം. പൊടികളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള കറിക്ക് ഒരു കയ്പ്പ് രസം വരും. പൊടികളിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു 1.5 തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തതാണ്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇട്ടതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്തെടുത്ത ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന ആ സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട്. അതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്കത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക.